എടാ നീ കാര്യം പറ. ഒന്നുമില്ലടാ, വൈഫ് പോയിന്നാ. എടാ ഞാൻ നിന്റെ അടുത്ത് 2 ദിവസം മുമ്പേ പറയണമെന്ന് വിചാരിച്ചതാ. എടാ അവള് പോക്കാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മുടെ നാട്ടുകാരനെ പല സ്ഥലത്ത് വെച്ച് അവളെ കണ്ടിട്ടുണ്ട്. നിന്റെ അടുത്ത് ഒരു 4-5 ദിവസം ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നാ. പക്ഷെ എന്തായാലും അവള് പോകാൻ പാടില്ലായിരുന്നു. എടാ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ അവള് പിണങ്ങി പോയതാ. സാരിയാ? ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അവള് പണങ്ങി പോകേണ്ട ആവശ്യമില്ല. നല്ലതായല്ലേ? ഇതാ ചായ. എടാ ചായ ശരിക്കുള്ള ചായ എന്താ നീ കണ്ടണ്ട. ഞാനും ജിഷ്ണും കൂടി വെളുപ്പിന് 5 മണിക്ക് ഇവിടെ നേരെ 3 കിട്ടും. അവിടെ രാഘവൻ ചേട്ടന്റെ ചായ എന്ന് പറഞ്ഞ ചായ ഉണ്ട്. അതൊക്കെയാണ് മോനെ ചായ. അത്ര നല്ല ചായ ഞാൻ ഇതിനും കുടിച്ചിട്ടില്ല. നീ ഒരു ദിവസം വാ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. എടാ ഞാൻ ആനേനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇതൊക്കെ ഒരു ആനയാണോ? നീ തെറ്റിക്കോട്ടാവ് രാമചന്ദ്രൻ കേട്ടണ്ട. അവൻ തൃശ്ശൂർ പൂരത്തിന് വന്ന് നിന്നാണ്ടല്ലോ, കാണാൻ എന്റെ മോനെ. ചൈപ്പ കയ്യിലില്ല, പക്ഷെ എന്റെ വീട്ടിലുണ്ട്. അവന്റെ 2 ആനമാര് വെച്ചുണ്ടാക്കി മോതിരം. എന്റെ വീടിന്റെ ചുമരില്ലേ, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോ അവന്റെ ഫോട്ടോ മാത്രമായിരുന്നു. അതൊക്കെയാണ് മോനെ ആന. എന്താ പറയാ തലയെടുപ്പ്. ഓ ഒന്ന് നിർത്തിയാടാ നീ. നിന്റെ വയലെന്താ ഞാൻ മഹേടഞ്ചില്ല. എന്തിന്റെ കുഞ്ഞാണോ അത്? സത്യം പറ, നീ വായ വെച്ച് വേറെ പണിക്ക് പോകണം. നീ ഓവറ ഒരു 5 മിനിറ്റ് മിണ്ടാട്ടിരുന്ന എന്താ പ്രശ്നം? എടാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന നിനക്ക് വല്ല രോഗവും വരും. ഒന്ന് അടങ്ങ് നീ. എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു തമിഴ്ത്തൂരത്തെ. അവനും അതെ വാദം ഉണ്ടായിട്ടില്ല. സർവറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വായുടെ ഒരു ആഗ്രഹം എന്റെ പൊന്നു. നീ മിണ്ടരുത്. ഞങ്ങളോട് നടക്കണെങ്കിൽ നീ മിണ്ടാണ്ടില്ല. പറഞ്ഞില്ലേ കാട് പണ്ടാറട. എന്റെ കഴിവുകൊണ്ട് കുടുംബശ്രീകാരെ വരെ പിരിഞ്ഞു പോയി. എന്റെ ഒപ്പം സംസാരിക്കാൻ വരെ പേടിയപ്പോ. നീയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. നീയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അടുത്തൊന്നും നീ ഒരിക്കലും ഉണ്ടാകുമ്പോളാ ഒരു ബന്ധലേക്ക് ഒരു ആശ്വാസം. ഇതിനെന്താ വയ്യേ? എന്താ നീ പോയില്ലേ? ആളെ ഞാൻ പോവാ. നീയൊക്കെ എന്റെ അടുത്തേക്ക് വരൂ കേട്ടോ. ഒന്ന് പോടാ. അവിടെ ഇങ്ങനെ പോയ കുറെ ആൾക്കാരുടെ കഥ ഞാൻ പറയട്ടെ. നമ്മളിവിടെ ഇന്നാലെ പ്രശ്നം. വാ നമുക്ക് പോവാം. കണ്ടാ ഉമ്മാര് പോയത് കണ്ടാ. ഉമ്മാരെ കുറിച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞു വിചാരിച്ചത്. ഉമ്മാരെ ആൾക്കാർ ചെയ്തില്ല. ഉമ്മാരൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ബ്ലോക്ക് ചെയ്യണം. പണ്ടെന്റെ കൂട്ടുകാർ ഇതുപോലെ ഒറ്റയ്ക്കുന്നുണ്ടാ. പിന്നെ കാണണ്ടായി. അതിനെ പറ്റി ഞാൻ പറയട്ടെ.